പശ്ചിമേഷ്യൻ മേഖലയിലെ രാഷ്ട്രീയ അസ്ഥിരതകളും US-ഇറാൻ സംഘർഷങ്ങളും ആഗോള മാധ്യമങ്ങളിൽ നിരന്തരം ആശങ്കയോടെ ചർച്ച ചെയ്യപ്പെടാറുള്ള വിഷയങ്ങളാണ്. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങളും പ്രാദേശിക യുദ്ധഭീഷണികളും എണ്ണവിലയെയും ആഗോള വിപണിയെയും എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ നിക്ഷേപകർക്ക് എപ്പോഴും വലിയ ആശങ്കകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളെയും താൽക്കാലിക സംഘർഷങ്ങളെയും പൂർണ്ണമായും അപ്രസക്തമാക്കിക്കൊണ്ട് ഗൾഫ് മേഖലയിലെ സമ്പദ് വ്യവസ്ഥ ശക്തമായ തിരിച്ചുവരവ് നടത്തുകയാണ്. സമീപകാലത്തെ വിപണി ചലനങ്ങളും അന്താരാഷ്ട്ര സർവേകളും വ്യക്തമാക്കുന്നത് ആഗോള നിക്ഷേപകർക്ക് ഗൾഫ് രാജ്യങ്ങളിലുള്ള വിശ്വാസം ഒട്ടും ചോർന്നു പോയിട്ടില്ല എന്ന് തന്നെയാണ്. പ്രശസ്ത തന്ത്രപ്രധാന കൺസൾട്ടൻസി സ്ഥാപനമായ കൺസിലവും പ്രമുഖ അനലിറ്റിക്സ് ഗ്രൂപ്പായ ഹാരിസ് എക്സും സംയുക്തമായി നടത്തിയ പുതിയ അന്താരാഷ്ട്ര സർവേ പ്രകാരം ഭൂരിഭാഗം ആഗോള നിക്ഷേപകരും ഗൾഫ് സഹകരണ കൗൺസിൽ അഥവാ GCC രാജ്യങ്ങളുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് അങ്ങേയറ്റം ശുഭപ്രതീക്ഷയിലാണ് എന്ന് തന്നെയാണ്. താൽക്കാലികമായി ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രതിസന്ധികളെ മറികടക്കാൻ കെൽപ്പുള്ള ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറയാണ് ഗൾഫ് രാജ്യങ്ങൾ പടുത്തുയർത്തിയിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിലവിലെ ആത്മവിശ്വാസം. അന്താരാഷ്ട്ര നിക്ഷേപകരുടെ താൽപ്പര്യങ്ങളെയും ഗൾഫ് മേഖലയോടുള്ള അവരുടെ നിലപാടുകളെയും കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് പുതിയ സർവേ പുറത്തുവിടുന്നത്. സർവേയിൽ പങ്കെടുത്ത ആഗോള നിക്ഷേപകരിൽ 82% പേരും ഗൾഫ് രാജ്യങ്ങളുടെ ഭാവി സാമ്പത്തിക വളർച്ചയിൽ പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലുപരിയായി നിലവിലെ ആഗോള സാഹചര്യങ്ങളിൽ ബിസിനസ് ചെയ്യാനും പണം നിക്ഷേപിക്കാനും ഏറ്റവും അനുയോജ്യമായ ഇടം ഗൾഫ് മേഖലയാണെന്ന് 69% നിക്ഷേപകരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രാദേശികമായ തർക്കങ്ങളെ താൽക്കാലികമായ വിപണി ചലനങ്ങൾ മാത്രമായിട്ടാണ് അവർ കാണുന്നത്. ഹ്രസ്വകാല പ്രതിസന്ധികളെക്കാൾ മേഖലയുടെ ദീർഘകാല സുസ്ഥിരതയ്ക്കാണ് നിക്ഷേപകർ മുൻഗണന നൽകുന്നത്. കൺസുലം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജെയിംസ് ഡേവിഡ് നിരീക്ഷിച്ചതുപോലെ അന്താരാഷ്ട്ര നിക്ഷേപക സമൂഹം ഗൾഫിന്റെ സാമ്പത്തിക വളർച്ചയെ ഒരു ഭൗമ രാഷ്ട്രീയ നിമിഷത്തോടുള്ള പ്രതികരണമായല്ല കാണുന്നത്, മറിച്ച് GCC രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത സാമ്പത്തിക സഹിഷ്ണുതയ്ക്കുള്ള ദീർഘകാല അംഗീകാരമായിട്ടാണ്. US-ഇറാൻ തർക്കങ്ങളിൽ ഉണ്ടാകുന്ന താൽക്കാലിക ധാരണാപത്രങ്ങളും നയതന്ത്ര ചർച്ചകളും നിക്ഷേപകർക്ക് വിപണിയിൽ കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. ആഗോള നിക്ഷേപകരുടെ ഈ ആത്മവിശ്വാസത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നും പുറത്തുവരുന്നത്. പ്രമുഖ അന്താരാഷ്ട്ര ബാങ്കായ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് പുറത്തുവിട്ട ഏറ്റവും പുതിയ സാമ്പത്തിക വിശകലന പ്രകാരം 2026 ആണ്ടിന്റെ 3ാം പാദത്തിൽ UAE-യിലെ ബിസിനസ് പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രാദേശികമായ ഉപഭോഗം, ആഭ്യന്തര നിക്ഷേപങ്ങൾ, ഒപ്പം റീജിയണൽ ട്രേഡ് നോർമലൈസേഷൻ അഥവാ പ്രാദേശിക വ്യാപാര പ്രവാഹത്തിന്റെ പുനഃസ്ഥാപനം എന്നിവയാണ് UAE-യുടെ വളർച്ചയ്ക്ക് കരുത്തേകുന്നത്. UAE-യുടെ ജൂൺ മാസത്തെ S&P ഗ്ലോബൽ പർച്ചേസിംഗ് മാനേജ്മെന്റ് ഇൻഡെക്സ് 50-ന് മുകളിൽ തുടരുന്നത് എണ്ണ ഇതര മേഖലയിലെ ശക്തമായ വളർച്ചയുടെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. മേഖലയിൽ കടുത്ത സംഘർഷങ്ങൾ നിലനിന്നിരുന്ന സമയത്ത് പോലും എണ്ണ ഇതര സമ്പദ് വ്യവസ്ഥയും സ്വകാര്യ മേഖലയും മികച്ച രീതിയിലാണ് മുന്നോട്ട് പോയതെന്ന് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് UAE മിഡിൽ ഈസ്റ്റ് പാകിസ്ഥാൻ CEO റോള അബു മന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഹോർമൂസ് കടലെടുക്ക് ഭാഗികമായി വീണ്ടും തുറന്നതും നേരത്തെ തന്നെ ബദൽ മാർഗങ്ങളിലൂടെ എണ്ണ കയറ്റുമതി പുനഃക്രമീകരിച്ചതും UAE-യുടെ സാമ്പത്തിക സ്ഥിതി പൂർണ്ണമായ തിരിച്ചുവരവിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. UAE പോലെ തന്നെ സൗദി അറേബ്യയും 3ാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നത് മികച്ച ബിസിനസ് ആത്മവിശ്വാസത്തോടെയാണ്. മേഖലയിലെ അസ്ഥിരതകൾക്കിടയിലും സൗദി അറേബ്യയുടെ ആഭ്യന്തര വിപണി അതിന്റെ കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രധാന ഉദാഹരണമാണ് സൗദിയിലെ പോയിന്റ് ഓഫ് സെയിൽ ഇടപാടുകളിലുണ്ടായ വലിയ വർധനവ്. മെയ് മാസത്തിൽ ഈ ഇടപാടുകളിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 6% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഇത് ജനുവരി മാസത്തിലെ വിപണി നിരക്കുകളിലേക്ക് പൂർണ്ണമായി തിരിച്ചെത്തിയതിന്റെ ലക്ഷണമാണ്. വിഷൻ 2030-ന്റെ ഭാഗമായി രാജ്യം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക വൈവിധ്യവൽക്കരണ പദ്ധതികളുടെ വിജയമാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നതെന്ന് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് സൗദി അറേബ്യ CEO മാസിൻ ബുന്യാൻ അഭിപ്രായപ്പെടുന്നു. ഹോർമൂസ് കടലിടുക്കിന്റെ ഭാഗികമായ തുറക്കൽ സൗദിയുടെ എണ്ണ കയറ്റുമതിയെയും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പണപ്പെരുപ്പം കുറയുന്നതും തൊഴിൽ മേഖലയിലെ പുരോഗതിയും വരും മാസങ്ങളിൽ സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ നിക്ഷേപ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. ആഗോള നിക്ഷേപകരുടെ മനോഭാവത്തിലുണ്ടായ ഈ നല്ല മാറ്റം ഗൾഫ് രാജ്യങ്ങളിലെ ഓഹരി വിപണിയിലെ മൂലധന ഒഴുക്കിലും പ്രകടമാണ്. ഇറിഡിയം ഫോറിൽ ഫ്ലോ അനാലിസിസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മെയ് മാസത്തിലുണ്ടായ വൻതോതിലുള്ള മൂലധന പിൻവലിക്കലുകൾക്ക് ശേഷം ജൂൺ മാസത്തിൽ GCC ഓഹരി വിപണിയിലേക്ക് വിദേശ പണം ശക്തമായി തിരിച്ചെത്തിയിട്ടുണ്ട്. മെയ് മാസത്തിൽ $837 ദശലക്ഷം വിദേശ നിക്ഷേപം വിപണിയിൽ നിന്നും പുറത്തുപോയ സ്ഥാനത്ത് ജൂണിൽ $144 ദശലക്ഷം അറ്റ വിദേശ നിക്ഷേപമാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത്. ഇതിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് സൗദി അറേബ്യയാണ്. ജൂണിൽ മാത്രം $543 ദശലക്ഷം സൗദി വിപണിയിലേക്ക് എത്തിക്കഴിഞ്ഞു. UAE-യും $93 ദശലക്ഷം വിദേശ നിക്ഷേപവുമായി പോസിറ്റീവ് മേഖലയിലേക്ക് തിരിച്ചെത്തി. ഇതിൽ അബുദാബി വിപണിയാണ് കൂടുതൽ സംഭാവന നൽകിയത്. അതേസമയം കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ വിപണികളിൽ വിദേശ നിക്ഷേപത്തിന്റെ പിൻവലിക്കൽ തുടരുന്നത് ആഗോള നിക്ഷേപകർ ഇപ്പോഴും തെരഞ്ഞെടുത്ത വിപണികളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതിന്റെ സൂചനയാണ്.
എന്നിരുന്നാലും US ഇറാൻ താൽക്കാലിക ധാരണാപത്രവും ഹോർമൂസ് കടലിടുക്കിന്റെ പുനഃസ്ഥാപനവും വരും മാസങ്ങളിൽ കൂടുതൽ വിദേശ നിക്ഷേപകരെ ആകർഷിക്കാൻ കാരണമാകുമെന്നാണ് ഇറിഡിയൻ വിലയിരുത്തുന്നത്. ആഗോള നിക്ഷേപകർ ഗൾഫ് മേഖലയ്ക്ക് നൽകുന്ന ഈ വലിയ പിന്തുണ പ്രാദേശികമായി വസിക്കുന്ന ജനങ്ങളുടെയും പ്രവാസികളുടെയും ആത്മവിശ്വാസവുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നുണ്ട്. കൺസുലവും ഹാരിസെക്സും UAE, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ നടത്തിയ സർവേയിൽ 90% പേരും തങ്ങളുടെ രാജ്യം ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടു. തങ്ങളുടെ രാജ്യങ്ങളുടെ ഭാവി സാമ്പത്തിക ഭദ്രതയിൽ 89% പേരും പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തങ്ങളെ സംരക്ഷിക്കാനും പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കാനും തങ്ങളുടെ ഭരണകൂടങ്ങൾക്ക് സാധിക്കുമെന്ന് 93% UAE നിവാസികളും വിശ്വസിക്കുന്നുണ്ട്. പ്രാദേശിക വിപണിയിലെ ജനങ്ങളുടെ ഈ ശക്തമായ ആഭ്യന്തര ആത്മവിശ്വാസവും ആഗോള നിക്ഷേപകരുടെ പുറത്തുനിന്നുള്ള മൂലധന താൽപ്പര്യങ്ങളും ഒരേപോലെ ഒത്തുപോകുന്നത് ഗൾഫ് മേഖലയുടെ സാമ്പത്തിക സുരക്ഷിതത്വം കേവലം താൽക്കാലികമല്ല, മറിച്ച് ഘടനാപരമായി ഏറെ ശക്തമാണെന്ന് തെളിയിക്കുന്നുവെന്ന് കൺസുലം ഇന്റലിജൻസ് മേധാവി വ്യക്തമാക്കുന്നുണ്ട്. ഏതൊരു വലിയ ഭൂരാഷ്ട്രീയ പ്രതിസന്ധിയെയും നേരിടാനും അതിജീവിക്കാനും തക്കവണ്ണം പ്രാദേശികവും അന്താരാഷ്ട്രീയവുമായ ഘടകങ്ങളെ സമന്വയിപ്പിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് ഈ സാമ്പത്തിക കണക്കുകൾ നൽകുന്ന ഏറ്റവും വലിയ പാഠം. എണ്ണയെ മാത്രം ആശ്രയിക്കുന്ന ഒരു പഴയ വ്യവസ്ഥിതിയിൽ നിന്നും മാറി വൈവിധ്യമാർന്ന നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമൊരുക്കാൻ GCC രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. US ഇറാൻ ചർച്ചകളും സാമ്പത്തിക ഉണർവുകളും വരും നാളുകളിൽ ഗൾഫ് മേഖലയെ ആഗോള വിപണിയിലെ ഏറ്റവും സുരക്ഷിതവും ലാഭകരവുമായ നിക്ഷേപ കേന്ദ്രമാക്കി നിലനിർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മാറുന്ന ഭൗമ സാമ്പത്തിക സമവാക്യങ്ങൾ ആഗോള ബിസിനസ് ഭൂപടത്തിൽ ഗൾഫിന്റെ സ്ഥാനം കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.